കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പ് കമ്പനിയായ ഹൈറിച്ചിൻ്റെ കേസ് ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോഴും പൂൾ ഇൻകം വരുമെന്ന് പ്രതീക്ഷിച്ച് കുറേ പേർ കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ ഈ പറഞ്ഞ പൂൾ ഇൻകം ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് ഉറപ്പുള്ള ലീഡർമാർ മറ്റുള്ള കമ്പനികളിൽ ഇതേപോലുള്ള തട്ടിപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടെ സമയം കിട്ടുമ്പോൾ അവർ മാത്രം അഡ്മിനായ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്ന് എല്ലാം നല്ലതിനാണ്, കമ്പനി തിരികെ വരും, ആരും കേസ് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. കാശ് പോയവർ എല്ലാം കൂടെ ഉടനെ ഹൈറിച്ചിനെ ജൈവിളിയും തുടങ്ങും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതൊക്കെ നടക്കുമ്പോഴും ഹൈറിച്ച് കള്ളന്മാരുടെയും മണ്ടന്മാരുടെയും ദൈവമായിരുന്ന പ്രതാപൻ സാർ കാക്കനാട് ജയിലിൽ കഴിയുകയാണ്. ദീപാവലി, ക്രിസ്മസ്, ന്യൂ ഇയർ അങ്ങനെ ഒരുപാട് ആഘോഷങ്ങൾ അദ്ദേഹം ജയിലിലാണ് നടത്തിയത്. പ്രതാപന് പോലീസും കോടതിയും ജയിലും ഒന്നും പുത്തരിയല്ല. പണ്ടേ അതൊക്കെ കണ്ട ആളാണ് അദ്ദേഹം. നേരത്തെ ഗ്രീൻകോ തട്ടിപ്പ് കേസിൽ ജയിലിൽ കിടക്കുമ്പോഴാണ്, ആ സമയത്താണ് ഹൈറിച്ച് എന്ന പുതിയ തട്ടിപ്പ് കമ്പനി തുടങ്ങാൻ അദ്ദേഹത്തിന് ഐഡിയകൾ കിട്ടുന്നത്. കേസിൽ ഇപ്പോഴുണ്ടായ സംഭവവികാസം എന്തെന്നാൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന കമ്പനിയെ കൂടി പ്രതി ചേർത്തിരിക്കുകയാണ്. എന്നാൽ അതും ഈ മണ്ടന്മാർ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇംപ്ലീഡ്മെൻറ്റ് അലോ ചെയ്തു, കേസിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയെ കക്ഷി ചേർത്തു എന്നാണ് പറയുന്നത്. നമ്മുടെ കമ്പനിയെ കൂടി കേസിൽ ചേർക്കാനുള്ള വാദം കോടതി അംഗീകരിച്ചു എന്നാണ് ഇവർ പറയുന്നത്. സർക്കാരാണ് ഈ കമ്പനിയെ പ്രതിസ്ഥാനത്ത് നിർത്താൻ അപേക്ഷ കൊടുത്തത്. അത് കോടതി അംഗീകരിച്ചു. നിലവിലെ കേസിലേക്ക് പുതുതായി ഒരാളെ കൂടി പ്രതി ചേർക്കലാണ് ഈ ഇംപ്ലീഡ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് പ്രതാപനും ശ്രീനയും ഹൈറിച്ച് എന്ന കമ്പനിയും ഈ കേസിൽ ഇനി പ്രതികളാണ്. കമ്പനി കൂടെ പ്രതി ചേർക്കപ്പെട്ടതോടെ അതിലുള്ള വമ്പൻ ലീഡേഴ്സും കുടുങ്ങുമോ എന്ന കാര്യം കണ്ടു തന്നെ അറിയണം. ബെഡ്സ് ആക്ടിൻ്റെ പരിധിയിൽ ഹൈറിച്ച് വരില്ലെന്നാണ് ഇവർ ഇപ്പോഴും പറയുന്നത്. ബെഡ്സ് അതോറിറ്റി ഒരു കമ്പനിയുടെ കോടിക്കണക്കിന് രൂപയുടെ അക്കൗണ്ടുകൾ ഫ്രീസാക്കുന്നത് ഒന്നും കാണാതെയല്ല. നിയമവിരുദ്ധമായി നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും മറ്റുള്ള രീതിയിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്തുകയും ചെയ്തെന്ന ഉറപ്പിൽ തന്നെയാണ് അവരുടെ നടപടികൾ. ആയിരക്കണക്കിന് ആളുകൾ ഉൾപ്പെട്ട കേസായതുകൊണ്ട് ഇതിൻ്റെ വിധിന്യായം വളരെ കൃത്യവും വ്യക്തവും കുറ്റമറ്റതും ആയിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വിധി നീണ്ടുപോകുന്നത്. പിന്നെ ശ്രീനയുടെ ജാമ്യത്തിന് വേണ്ടി വക്കീൽ കോടതിയിൽ ഹാജരായില്ല. ഹാജരായാൽ ജാമ്യം കിട്ടില്ലെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാകും അദ്ദേഹം വരാതിരുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവും ഉണ്ടാകും. ഏതായാലും 2025 തുടക്ക മാസമായ ജനുവരി എന്നത് ഹൈറിച്ചിൻ്റെ അവസാനത്തെ മാസമാണ്. ഇപ്പോൾ തന്നെ മാനസികമായി ശക്തി സംഭരിക്കുക, എന്തെങ്കിലും ജോലിക്കായി ശ്രമിക്കുക, അല്ലെങ്കിൽ മണി ചെയിൻ അല്ലാത്ത ഏതെങ്കിലും ബിസിനസ് ചെയ്യുക. അഥവാ ഇതിനൊന്നും നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ദിൽബർ സാറിൻ്റെയും ഡെയിലി മിറർ ചാനലിൻ്റെയും കോരിത്തെരിപ്പിക്കുന്ന വീഡിയോകൾ കണ്ട് ഹൈറിച്ചിനെ വീണ്ടും 4 ജയ് വിളിക്കുക.